ഈജിപ്തിലെ പുരോഹിത, ഇതെന്താണ് ഈ ദുസ്വപ്നങ്ങൾ? ഈജിപ്തിലെ ദൈവങ്ങളെ എനിക്ക് ശക്തി തരൂ. ഫറോ ഇതാ കേൾക്കൂ, നദിവരൻ രക്തം കഴിയും, പടയാളികൾ ചെങ്കടലിൽ മുങ്ങിച്ചാവും. ഇസ്രായേലിനെ രക്ഷിക്കാൻ ഒരു ഹെബ്രായൻ ജനിക്കും. അവൻ ഫറോയുടെ മകനെ കൊല്ലും. ഇല്ല, നാളാക്കൂ. രക്തം രക്തം കൊല്ലണം, എല്ലാത്തിനെയും കൊല്ലണം. ഇതിനാൽ ഫറോ ഉത്തരവിട്ടിരിക്കുന്നു. ഇസ്രായേലിന്റെ ഒരൊറ്റ ആൺകുഞ്ഞിനെ പോലും വെറുതെ വിടരുത്. ശിക്ഷയോ ഫറവോയ്ക്ക്? ശിക്ഷ വിധിക്കുന്നത് ഞാനാണ് ഇവിടെ, നിന്റെ യഹോവയല്ല. ആരവിടെ? ഇവളുടെ കുടുംബത്തെ ഇവിടെ ഹാജരാക്കൂ. രക്തം രക്തം. ഇനി ഇവർ സത്യം പറയും, അല്ലെങ്കിൽ ഞാൻ പറയിക്കും. സത്യം പറയടി, കുട്ടി എവിടെ? നോ വേണ്ടാന്ന് ഇനി നീ കാണും. നീ പറഞ്ഞില്ലേ നിന്നെ കൊല്ലും. മിടുക്കൻ, പറ, നിനക്ക് ബുദ്ധിയുണ്ട്. അവനും അവന്റെ യഹോവയും പരീക്ഷിക്കുന്നു. ചാകാൻ കിടക്കുമ്പോ അവന്റെ തന്റെ ഇടം കണ്ടോ? യഹോവ യഹോവ യഹോവ. ഇവരൊക്കെ ചത്താനും വിശ്വാസങ്ങളാ. കൊന്നു തടയാത്തിനെ. പ്രഭു, ഇനി പേടിക്കണ്ട, കുട്ടിയുടെ കാണികൾ മുതലൊക്കെ നോക്കിക്കൊള്ളു. ഇസ്രായേലേ, എബ്രാഹിമിന്റെ ദൈവം യഹോവയല്ല, ഫറവോ ഇതാണ്. ഈജിപ്തിൽ അടിമകളായി കഴിഞ്ഞ ഇസ്രായേൽക്കാരുടെ ശക്തി ഭയപ്പെട്ട ഫറവോ ഹെബ്രായ ആൺകുട്ടികളെ കൊല്ലാൻ കൽപ്പിച്ചു. ഇസ്രായേലിന്റെ രോദനം കേട്ട ദൈവം മോശയിലൂടെ അവരെ രക്ഷിച്ചു. ഞങ്ങൾ അവതരിപ്പിക്കട്ടെ ഗോഡ് ഓഫ് മോസസ്. Jehovah
നദിയിൽ ഒഴുകപ്പെടും. നൈൽ നദി രക്തത്താൽ നിറഞ്ഞാലും യഹോവയെ മാത്രം ഞങ്ങൾ വണങ്ങും. ധിക്കാരി പറഞ്ഞു നിന്നെ ഞാൻ നിർത്തൂ. അടിമകളും അവരുടെ ദൈവത്തെ ആരാധിക്കട്ടെ. ആരിത്? മോശയോ? ഇത് ഫറോയുടെ കൽപ്പനയാണ്. തടയേണ്ടോ? ഈജിപ്തിൽ അനേകം ദൈവങ്ങളുടെ ഗണത്തിലേക്ക് ഇസ്രായേലിന് എണ്ണപ്പെടട്ടെ. അനേക ദൈവങ്ങളിൽ ഒന്നല്ല ഇസ്രായേലിന്റെ ദൈവം. അവനാണ് ഈ ദൈവം യഹോവ. എങ്കിൽ എവിടെ നിങ്ങളുടെ യഹോവ? നിർത്തൂ. രാജാവിന്റെ ദൈവത്തേക്കാൾ ശക്തനാണോ അടിമകളുടെ ദൈവം? ഒന്നെങ്കിൽ യഹോവയെ ആരാധിക്കുക, അല്ലെങ്കിൽ മരിക്കുക. ഇസ്രായേൽക്കാരെ ഫറോവയുടെ നാട്ടിലിരുത്താൻ മോശ അപ്പോൾ ഉണ്ടായിരുന്നില്ല. മോശേ, നിന്നെ ഇവിടെ എത്തിച്ചത് യഹോവയുടെ കരുണയാണ്. എന്താണ് പറയുന്നത്? നീ വളർന്നത് ഫറോയുടെ കൊട്ടാരത്തിലാണെങ്കിലും ജനിച്ചത് ഹെബ്രായ വംശത്തിലാണ്. നിന്നെ മുലയൂട്ടി വളർത്തിയത് ഞാനാണ്. ഇത് നിന്റെ സഹോദരൻ ആരോൻ. രക്ഷിക്കൂ, രക്ഷിക്കൂ. ആരാണ് നീ? എന്തുകൊണ്ട് ഞാൻ മിരിയം മകളുടെ മോശേ, അവരെ രക്ഷിക്കാൻ ശ്രമിക്കണ്ട. ഇവൾ ചെയ്ത കുറ്റം എന്ത്? ഫറോവയെ ആരാധിക്കാൻ ഞാൻ ഈജിപ്തുകാരിയല്ല. ഇവളുടെ ജീവൻ ഫറോവയുടെ അവതാരമാണ്. ദൈവത്തിന്റെ പേരിൽ ഇവരെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഫറോയുടെ കൽപ്പന കേട്ടാൽ നിനക്കിത്ര ധൈര്യമോ? വാ, വാ. മോശേ, മോശേ, നീ ഈ ഫറോവയുടെ ശത്രു. മോശെ, രക്ഷപ്പെട്ടോളൂ. മോനെ, ഫറോവയുടെ പ്രതാപമാണ്. രക്ഷപ്പെട്ടു. ഈജിപ്തിൽ നിന്നും ഒളിച്ചോടിയ മോശ മിദ്യാനിലെ പുരോഹിതനായ ജെത്രോയുടെ മകൾ സിപ്പോരെ വിവാഹം കഴിച്ചു. ഈജിപ്തിലെ കൊലപാതകത്തിന്റെ കുറ്റബോധം അതിൽ നിർമ്മി മോശെ ഹോറേബ് മലയിൽ ദൈവദർശനം ലഭിച്ചതോടുകൂടെ തിരികെ ഈജിപ്തിലേക്ക് പുറപ്പെട്ടു. മോശേ, മോശേ, നീ ഫറോവയുടെ ശത്രു. നീ ഫറോവയെ മോശേ, മോശേ, നീ ഫറോവയുടെ ശത്രു. നീ ഫറോവയെ നിർത്തൂ. മോശേ, സിപ്പോര, സിപ്പോര. മോശേ, എന്ത് പറ്റി? നീ കേൾക്കുന്നില്ലേ? ശ്രദ്ധിച്ചു കേൾക്ക്. ഇപ്പോൾ ഈജിപ്തിലെ ചോരക്കട മാറിയിട്ടില്ലേ? അവരെ കൊല്ലപ്പെടുന്നു. നീ കേൾക്ക്. എനിക്കൊന്നും കേൾക്കാനാവുന്നില്ല. മോശേ, എന്നെ വെറുതെ വിടൂ. മോശെ, മോശെ, ഇത് ഉൾപ്പെടുന്നു കത്തുന്നു. പക്ഷേ ചാപ്പാടാകുന്നില്ല. നിന്റെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുക. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. ആരാണ് നീ? ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. നിന്നെ ഞാൻ ഈജിപ്തിലേക്ക് അയക്കും. ഇല്ല, ഇല്ല, ഞാൻ ഈജിപ്തിൽ പോകില്ല. ഫറോവയെ കൊല്ലും. ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഈജിപ്തിൽ നിന്നും ഇസ്രായേൽക്കാരെ രക്ഷിക്കാൻ ഞാൻ നിന്നെ നിയോഗിച്ചിരിക്കുന്നു. നശിച്ച സ്വപ്നങ്ങൾ, ഫറോയുടെ ഓർക്കാനെത്തുന്ന ദുസ്വപ്നങ്ങൾ. എന്ത് സ്വപ്നങ്ങൾ പ്രഭു? പറയൂ. രക്തം, രക്തം, നൈൽ നദി നിറയെ രക്തം. ആ രക്തം ഫറോവയുടെ ശത്രുക്കളുടേതാണ്. നിർത്തൂ നിന്റെ പൊള്ളവാക്കുകൾ. ഈ ഈജിപ്തിൽ സ്വപ്ന വ്യാഖ്യാനം ചെയ്യുവാൻ ആരുമില്ലേ? ഉണ്ട് പ്രഭു. ഇസ്രായേൽ വംശത്തിന്റെ മിരിയാം, യോശുവയുടെ മകൾ. ആരിവിടെ? അവരെ അവിടെ ഹാജരാക്കും. അവൾ മോശയുടെയും അഹരോന്റെയും സഹോദരിയാണ്. ഓ
കൊള്ളാം, യഹോവയുടെ വിശ്വാസികളോ. പറയൂ, എന്റെ സ്വപ്നത്തിന്റെ അർത്ഥം എന്ത്? യഹോവയുടെ സന്ദേശമാണത്. ഈജിപ്തിനെതിരെ യഹോവയുടെ കരം ഉയർന്നിരിക്കും. ഫറോയുടെ ഉയർന്ന കരങ്ങൾ പിന്നീട് ഉയരില്ല. നീയും നിന്റെ പിതാക്കന്മാരും ചെയ്ത ക്രൂരതയാണ്. നദിയിലെ രക്തക്കറ. ഫറോയിൽ വെച്ച് ശബ്ദമുയർത്തുന്നു. ഫറവോയും ഈജിപ്തും യഹോവയുടെ മുമ്പിൽ മുട്ടുമടക്കും. നല്ല സ്വപ്നങ്ങൾ. എടി പെണ്ണ്, ഒരുത്തൻ ദൈവമാരുടെ പേക്കിനാവാണിത്. ഇനി മുട്ടുപറോ. ഇസ്രായേലിന്റെ മോചനം. എന്ത്? അടിമകൾക്ക് മോചനമോ? ഇവരെ ബന്ധിക്കൂ. യഹോവേ, ഇസ്രായേലിന്റെ ദൈവം, ഇതാ ഇതിന്റെ പിന്നിലെ. രക്തം, രക്തം, നല്ല മുഴുവൻ രക്തം. പ്രഭു, തവളകൾ, ഈച്ചകൾ, വെട്ടുകിളികൾ എല്ലാം നശിപ്പിച്ചു. പ്രഭു, നമ്മുടെ കുതിരകൾ, കന്നുകാലികൾ എല്ലാം ചത്തൊടുങ്ങി. എന്തോ പുരോഹിതാ, പോകൂ. അയ്യോ, നിങ്ങൾ പോയി പോലെ. യഹോവയാണ് ഏകദൈവം. അവനിൽ മടങ്ങിവരുന്ന ഫറവോ. ഒളിച്ചോടെ നീ ഫറവോയെ വെല്ലുവിളിക്കുന്നു. യഹോവയുടെ രോദന നീ കേട്ടില്ല. നൊന്തുപെറ്റ അമ്മയുടെ കണ്ണീർ നീ കണ്ടില്ല. അടിമകളുടെ കണ്ണിന് വെളിയിലെടുപ്പെന്നെ. 10 മഹാമാരികൾ നിനക്കെല്ലാം ഉണ്ടായിരുന്നത്. ഇനി യഹോവയെ പരീക്ഷിക്കരുത്. യഹോവയുടെ പേര് കേട്ട ഫറവോ പേടിക്കില്ല. യഹോവ നേരിട്ടിറങ്ങി വന്നാലും ഒറ്റ ഇസ്രായേൽക്കാരും ഈജിപ്റ്റ് വിട്ട് പോകില്ല. അഹങ്കാരികൾ ശിക്ഷ ചോദിച്ചു വാങ്ങും. ഇതാ